ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു അവർ EVS ക്ലാസ്. ഇന്നത്തെ EVS ക്ലാസ് എല്ലാവരും കണ്ടായിരുന്നോ? എല്ലാവർക്കും ഇന്നത്തെ EVS ക്ലാസ് ഇഷ്ടപ്പെട്ടോ മക്കളെ? എന്തായിരുന്നു ഇന്നത്തെ EVS ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത്? ധാരാളം ഫ്ലവേഴ്സിനെ പറ്റി, പൂക്കളെ പറ്റി, സസ്യങ്ങളെ പറ്റിയൊക്കെ ടീച്ചർ പറഞ്ഞു തന്നല്ലേ? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ പൂത്തും തളിർത്തും എന്നാണല്ലേ? അതായത് ബ്ലൂമിങ് ആൻഡ് സ്പ്രൗട്ടിങ്. ഒരുപാട് പുഷ്പങ്ങളെ പറ്റി ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ? ആരൊക്കെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്? രാജമല്ലി, സീസാൽഫീനിയ, മുല്ല, ജാസ്മിൻ, ചെമ്പരത്തി, ഹിബിസ്കസ്, ഡാലിയ, ഡാലിയയ്ക്ക് ഡാലിയ എന്ന് തന്നെയാണ് പറയുക, സൺഫ്ലവർ, സൂര്യകാന്തി, റോസ, റോസ്, എക്സോറ, തെച്ചിപ്പൂവ്, കാശിത്തുമ്പ, ബോൾസം, അങ്ങനെ ഒത്തിരി പൂക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു അല്ലേ മക്കളെ? കുറച്ച് പുഷ്പങ്ങളെ കൂടി പരിചയപ്പെടാം മക്കളെ. തുമ്പ, രാജമല്ലി, റഫ്ലേഷ്യ. റഫ്ലേഷ്യയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യയാണല്ലേ. മുല്ല, ശംഖുപുഷ്പം, വെള്ളില, തൊട്ടാവാടി, താമര, പൂമരുത് അല്ലെങ്കിൽ മണിമരുത്, സീനിയ, കോളാമ്പി, അങ്ങനെ ഒട്ടനവധി പുഷ്പങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. ഇവയ്ക്കെല്ലാം മണമുള്ളവയുണ്ട്, മണമില്ലാത്തവയുണ്ട്. അവ ഏതൊക്കെ എന്നുകൂടി നമുക്ക് തരംതിരിക്കാം. ക്ലാസിഫൈ ദ ഫ്ലവേഴ്സ്. ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദ ഫ്ലവേഴ്സ്? ഫ്ലവേഴ്സ് വിത്ത് സ്മെൽ, ഫ്ലവേഴ്സ് വിതൗട്ട് സ്മെൽ. സ്മെല്ലുള്ള, മണമുള്ള പുഷ്പങ്ങളും വാസന ഇല്ലാത്ത വിതൗട്ട് സ്മെൽ പുഷ്പങ്ങളും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നോക്കൂ മക്കളെ, നമുക്കറിയാം മണമുള്ള പുഷ്പങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ജാസ്മിൻ, മുല്ല, റോസ്, റോസാപ്പൂവ്, ലില്ലി, ലില്ലിപ്പൂവ്, നീറിയം, നീറിയം, അരുളി, പ്ലുമേറിയ, പ്ലുമേറിയ, ചെമ്പകം, മാരിഗോൾഡ്, മാരിഗോൾഡ്, ജമന്തി. ഇനി മണമില്ലാത്ത പൂക്കളാണെങ്കിലോ? ഹിബിസ്കസ്, ചെമ്പരത്തിക്ക് എങ്ങനെ അധികം മണമില്ല. ബാൽസം, ബാൽസം പൂ, കാശിത്തെറ്റിപ്പൂവിന് വലിയ മണമൊന്നുമില്ലല്ലേ. ഓർക്കിഡ്, ആന്തൂറിയം. ഓർക്കിഡിനും ആന്തൂറിയം നിങ്ങൾക്കറിയാം, അതൊന്നും വലിയ മണമില്ലാത്ത പൂക്കളാണ്. ല്യൂക്കാസ്, ല്യൂക്കാസ് എന്താണ് മക്കളെ? തുമ്പപ്പൂ. തുമ്പപ്പൂവിന് അങ്ങനെ വലിയ മണമൊന്നും ഇല്ല, നിങ്ങൾ മണത്ത് നോക്കിയാൽ അറിയാം. സൺഫ്ലവർ, സൺഫ്ലവർ എന്താണ്? സൂര്യകാന്തി, സൂര്യകാന്തിക്കും വലിയ മണമൊന്നുമില്ല. പിന്നെ ക്ലിറ്റോറിയ, ക്ലിറ്റോറിയ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ മക്കളെ? ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിനും വലിയ മണമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ധാരാളം ചേപ്പൂക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? അവയ്ക്ക് മണമുള്ളവയും മണമില്ലാത്തവയൊക്കെ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ മക്കളെ. എന്നിട്ട് കൂടുതലായിട്ട് EVS ബുക്കിൽ രേഖപ്പെടുത്തണം കേട്ടോ. പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഫ്രം ലീവ്സ്. ഇലയിൽ നിന്നും ഉണ്ടാകുന്ന ചെടികൾ ഏതൊക്കെയാണ് മക്കളെ? ഇലമുളച്ചി, ബ്രയോഫിലം എന്ന് പറയുന്ന ചെടി ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിശാഗന്ധി, ക്യൂൻ ഓഫ് നൈറ്റ്സ്, രാത്രിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന നിശാഗന്ധിയും ഇലമുളച്ചാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി വിത്ത് മുളച്ച ചെടികൾ ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാണ്ഡത്തിലൂടെയും ചെടികൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ടല്ലേ. അവ ഏതൊക്കെയാണ്? സൂര്യകാന്തി, സൺഫ്ലവർ, കാശിത്തുമ്പ, ബാൽസം, അതുപോലെ തന്നെ മാരിഗോൾഡ്, ജമന്തി, ഇന്ത്യൻ ലബോർണം, കണിക്കൊന്ന, മോർണിംഗ് ഫ്ലവേഴ്സ്, 10 മണിപ്പൂക്കൾ. ചില മോർണിംഗ് ഫ്ലവേഴ്സ് 10 മണിപ്പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കറുത്ത മണി പോലുള്ള വിത്തുകളെ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. അതുമാത്രമാണോ? കാണ്ഡം ഉപയോഗിച്ച് ചെടികൾ ഉണ്ടാവുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അവ ഏതൊക്കെയാണ്? നൈം സം പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഫ്രം സ്റ്റെം. തണ്ടിൽ നിന്നും ഉണ്ടാവുന്ന ചെടികൾ: ചെമ്പരത്തി, ഹിബിസ്കസ്, റോസ, റോസ്, തെച്ചി, എക്സോറ. ഇനിയും ശ്രദ്ധിച്ചാൽ നമുക്ക് ചുറ്റും ഒരുപാട് ചെടികൾ നമുക്ക് തണ്ടൊടിച്ച് നട്ട് ചെടികളാക്കാൻ കഴിയുന്നവയുണ്ട്. കണ്ടുപിടിക്കണം കേട്ടോ. നോക്കൂ മക്കളെ, നമ്മുടെ ആരോഗ്യത്തിനായി നമുക്ക് പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും ഒക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അത് മാത്രം മതിയോ? നാം സ്ഥിരമായി വ്യായാമവും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മാജിക് അങ്കിൾ പറഞ്ഞു തന്നു. എന്താണ്? അമിതമായി നാം ജലം പാഴാക്കാൻ പാടില്ല അല്ലേ. നോക്കൂ മക്കളെ, നമ്മുടെ പ്രധാനപ്പെട്ട പച്ചക്കറികൾ: കുമ്പളം, മത്തൻ, പച്ചമാങ്ങ, ചൗചൗ. പച്ചക്കറി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ചൗചൗ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പീച്ചങ്ങ, ബ്രോക്കോളി, ബുഷ് ബീൻസ്, അതായത് ബീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സവാള, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ചേന, കാച്ചിൽ, മധുരക്കിഴങ്ങ്,
വാഴക്കൂമ്പ്, മരച്ചീനി, ശീമച്ചക്ക, കൂർക്ക, ലെറ്റ്യൂസ്, ഒരു ഇലവർഗ്ഗമാണ് ലെറ്റ്യൂസ്. അങ്ങനെ ധാരാളം പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്നുണ്ടല്ലേ. ഈ പച്ചക്കറികളുടെ പേര് പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തണം കേട്ടോ. വെജിറ്റബിൾസ്: ടൊമാറ്റോ തക്കാളി, കോളിഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ്, ഒനിയൻ ഉള്ളി, ഗാർലിക് വെളുത്തുള്ളി, ജിഞ്ചർ ഇഞ്ചി, ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക, ബ്രിഞ്ചാൾ കത്തിരി, ഫ്രഞ്ച് ബീൻസ്, ക്യാബേജ് മുട്ടക്കോസ്, സ്പിനാഷ് ചീരയാണ്, ക്യാപ്സിക്കം മുളകാണ്, ചില്ലി മുളക്, ബിറ്റർ ഗോഡ് പാവയ്ക്ക, സ്ക്വാഷ് നമ്മുടെ പംകിൻ പോലുള്ള മറ്റൊരു വെജിറ്റബിളാണ് സ്ക്വാഷ്. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പംകിൻ പോലെ തന്നെ ഇരിക്കും. നമുക്ക് കുക്ക് ചെയ്യാതെയും കഴിക്കാം കേട്ടോ. ക്യാരറ്റ്, കുക്കുംബർ കക്കിരി, പംകിൻ മത്തൻ, മഷ്റൂം കുമിൾ, പീസ് പയർ, ലീക്ക് ഇല വർഗത്തിൽപ്പെട്ട പച്ചക്കറിയാണ്, സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ്, ഗ്രീൻ പീസ് നിങ്ങൾക്കറിയാം അല്ലേ, റാഡിഷ്. ഇവയൊക്കെ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഇലക്കറികളും പച്ചക്കറികളും ഒക്കെയാണ് കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിനായിട്ട് പച്ചക്കറികൾ ധാരാളമായി ഉപയോഗിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, ദിവസവും എക്സസൈസ് ചെയ്യുക. ഇതിലെല്ലാം ഉപരി വ്യക്തി ശുചിത്വം പാലിക്കുക. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ മക്കളെ? ഓക്കെ, ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ചിൽഡ്രൻ. താങ്ക് യു.